ഉപവാസം ഒരു തർക്ക വിഷയമാകുന്നത് ഈശോ മത്തായിയെ അല്ലെങ്കിൽ ലേവിയെ വിളിക്കുന്ന സന്ദർഭങ്ങളിലാണ് കേട്ടോ. മത്തായി അല്ലെങ്കിൽ ലേവി ഈ കഥാപാത്രത്തെ, ആ ശിഷ്യനെ വിളിക്കുന്ന സമയത്തിലെല്ലാം ഉപവാസത്തെക്കുറിച്ചൊരു സംഭാഷണം അവിടെ കടന്നു വരുന്നു. എന്തുകൊണ്ട് നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്ന ചോദ്യത്തിന് അപ്പോൾ ഈശോ പറയുന്ന ഉത്തരം, മണവാളൻ കൂടെയുള്ളപ്പോൾ എന്തിനാണ് ഉപവസിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 19-ാമത്തെ വചനത്തിലെ 4, 5, 7, 10 മാസങ്ങളിലെ ഉപവാസത്തിൽ ആനന്ദവും ആഹ്ലാദവും നിറഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 4-5 ഉപവാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ മാസങ്ങളുടെ ഈ പഴയ നിയമത്തിലെ ഉപവാസ സങ്കല്പം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യഹൂദരുടെ ഉപവാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതൊരു സ്മരണാചരണമായിരുന്നു കേട്ടോ. ഈ സ്മരണാചരണം എന്ന് പറയുന്നത് ഈ ദേവാലയം തകർക്കപ്പെട്ടതിൻ്റെയും ദേവാലയം ആക്രമിക്കപ്പെട്ടതിൻ്റെയും ദേവാലയം ഇല്ലായ്മ ഇതിലൂടെ കടന്നുപോയതിൻ്റെയൊക്കെ എല്ലാം ഒരു സ്മരണയുടെ പശ്ചാത്തലത്തിലാണ് ഇവർ ഉപവസിച്ചിരുന്നത്. ഉപവാസം ഒരു സ്മരണ എന്ന രീതിയിലാണ്. അത് സങ്കടത്തിൻ്റെ ഒരു ഓർമ്മാചരണമെന്നാണ് ഉപവാസമായിട്ട് യഹൂദ പശ്ചാത്തലം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, മണവാളൻ കൂടെ ഉണ്ടല്ലോ. അതായത് ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ട ദേവാലയത്തെ ഓർത്തുകൊണ്ടുള്ള ഉപവാസമല്ല, ജീവിക്കുന്ന ദേവാലയമായി ഈശോ കൂടെ ഉണ്ടല്ലോ. ആ സ്ഥിതിക്ക് ഇനി ഉപവസിക്കേണ്ട കാര്യമില്ല എന്ന ചിന്തയാണ് ഈശോ പകർന്നു കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്നോ, ഈ ഒരു വാദഗതിയെ പലരും നമ്മൾ കൊണ്ടുവരും. പലരും പറയാറുണ്ട്, ഈ മണവാളൻ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തിനാണ് ഉപവസിക്കുന്നത്? നോൻപ് കാലത്ത് ഉപവസിക്കേണ്ട കാര്യമില്ല, ഈശോ ദിവസം നമ്മൾ അനുഭവിക്കണമല്ല, അതുകൊണ്ട് ഉപവസിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയും. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. മാർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ് ഈശോയുടെ രൂപാന്തരീകരണം ചിത്രീകരിച്ചിരിക്കുന്നത്. ഈശോ രൂപാന്തരീകരണത്തിൻ്റെ സമയത്ത് ഈശോയും 3 ശിഷ്യന്മാരാണ് ആ മലമുകളിലുള്ളത്. രൂപാന്തരീകരണം കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ മറ്റ് ശിഷ്യന്മാർ അവരുടെ മുമ്പിൽ ഒരു വലിയൊരു പ്രശ്നം സംഭവിച്ചുകൊണ്ടിരിക്കുക. പിശാച് ബാധിതനായൊരു കുഞ്ഞിനെ അവിടെ ഒരു പിതാവ് കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് ഈ കുഞ്ഞിൻ്റെ ആ പൈശാചിക ശക്തിയെ ഒഴിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈശോ ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ ഇവരെല്ലാവരും കൂടി ഈശോയുടെ അടുത്ത് വരികയും ഈശോ ആ കുഞ്ഞിനെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ പൈശാചികമായ അവസ്ഥയിൽ നിന്ന് അതിന് മോചനം നൽകുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ ഭവനത്തിലെത്തിക്കഴിയുമ്പോൾ ഈ ശിഷ്യന്മാർ തന്നെ ഈശോയോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് സാധിച്ചില്ല? അപ്പോൾ പറയുകയാണ്, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഇവയെ ഒഴിപ്പിക്കാൻ സാധിക്കില്ല, ഇങ്ങനെയുള്ളവയെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 9:29 കേട്ടോ, മാർക്കോസ് 9:29. നോക്കുക, അവിടെ തന്നെ അതിൻ്റെ മറ്റു പല കയ്യെഴുത്ത് പ്രതികളിലും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ എന്ന് പറയുന്നുണ്ട്. അതായത് ഉപവാസം എന്നത് നമ്മൾക്കിന്നൊരു ആത്മീയ പ്രവൃത്തിയായി മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഏതൊക്കെയോ ഒരു സ്മരണാചരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല കേട്ടോ, മറിച്ച് ഉപവാസവും തിന്മയ്ക്കെതിരെയുള്ള ഒരു പ്രതിരോധ ശക്തിയാണ്. തിന്മയ്ക്കെതിരെയുള്ളൊരു പ്രതിരോധത്തിൻ്റെ ഒരു ആയുധം കൂടിയായിട്ടാണ് ഈശോ ഇതിനെ ചിത്രീകരിക്കുന്നത് എന്ന കാര്യം ഓർക്കണം കേട്ടോ. ശരിയാണ്, വിഭൂതി ബുധനും ദുഃഖവെള്ളിയിലെയും ഉപവാസം എന്ന് പറയുന്നത് ഒരു സ്മരണയുടെ ഒരു ആചരണം പോലെ തന്നെയാണ് നമ്മൾ കരുതുന്നതെങ്കിൽ തന്നെയും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഉപവാസത്തിന് ആഴമായ അർത്ഥവുമുണ്ട്, സ്ഥാനവുമുണ്ട്. കാരണം നമ്മളുടെ പ്രാർത്ഥനകളിലെ ഒന്നാണ് തിന്മയ്ക്കെതിരെ പോരാടാനുള്ള ശക്തി കർത്താവേ തരണമേ എന്ന്. സ്വർഗസ്ഥനായ പ്രാർത്ഥനയിൽ അങ്ങനെ ഉണ്ട്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന പ്രാർത്ഥനയുടെ വ്യാഖ്യാർത്ഥം അതാ, തിന്മയ്ക്കെതിരെയുള്ള ശക്തി, പോരാടാനുള്ള ശക്തി. ആ ശക്തിക്ക് വേണ്ടി നമ്മൾ ഉപവാസം എന്ന ആത്മീയ പ്രവൃത്തികളിലൂടെയും കടന്നു പോകണം. ആ ഉപവാസം എന്ന ആത്മീയ പ്രവൃത്തിയുടെ ഏറ്റവും ശുദ്ധവും ഏറ്റവും നന്മ നിറഞ്ഞതുമായ തലത്തിലൂടെ കടന്നു പോകുന്ന ദിനങ്ങളാണ് ഈ നോൻപുകാലം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഈ ഉപവാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. കാരണം തിന്മയുടെ ശക്തിയാണ് ഈശോയുടെ സഹനത്തിലേക്ക് അങ്ങ് കൊണ്ടുപോകുന്നത്.
അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്കും തിന്മയുടെ ശക്തികൾ പല പല നൊമ്പരങ്ങളുടെയും വെളിപാടുകളുമായി കടന്നു വരുമ്പോൾ അതിനെതിരെ നിൽക്കാനുള്ള ഒരു ആത്മീയ ഉപകരണമാണ് ഈ ഉപവാസം. ഉപവാസത്തെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.